എല്ലാ സ്ത്രീകൾക്കും ജൂൺ 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പ്രിയദർശിനി എന്ന പേരിലാകും പദ്ധതി അറിയപ്പെടുക. വരുമാനവും പ്രായവും കണക്കിലെടുക്കാതെ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഈ ആനുകൂല്യം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. KSRTCക്ക് പ്രതിമാസം 70 കോടിയോളം ബാധ്യത വരും. ഇത് സർക്കാർ നൽകും. നിലവിൽ സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മലബാർ മേഖലയിലേക്ക് കൂടുതൽ ബസ്സുകൾ അനുവദിക്കുന്നത് പഠിക്കുമെന്നും മന്ത്രിസഭായോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. വരുമാനം കണക്കാക്കിയിട്ടില്ല, പ്രായം കണക്കാക്കിയിട്ടില്ല, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ആദ്യഘട്ടത്തിലെ ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. സുനിൽ ആയിസക്കാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. സുനിൽ, അവസാനം മന്ത്രിസഭ തീരുമാനം വന്നിരിക്കുന്നു. പ്രിയദർശിനി പദ്ധതി പ്രാബല്യത്തിലേക്ക് വരികയാണ് ജൂൺ 15 മുതൽ. പക്ഷേ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ്. ആ ബാധ്യത എങ്ങനെ മറികടക്കാൻ സാധിക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ നിലവിൽ KSRTC വലിയ നഷ്ടത്തിലാണ്, ബാധ്യതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1500 കോടി രൂപ പ്രതിവർഷം KSRTCക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. ഇതിന്റെ കൂടെയാണ് ഇപ്പോൾ 800 കോടി രൂപയുടെ കൂടി അധിക ബാധ്യത വരുന്ന ഈ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ നമുക്കറിയാവുന്ന പോലെ സർക്കാർ അധികാരത്തിന് മുമ്പ് തന്നെ UDF-ന്റെ പ്രഖ്യാപനമായിരുന്നു. ആ പ്രഖ്യാപനം നടപ്പിലാക്കുക എന്ന രാഷ്ട്രീയ ബാധ്യത സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു 15-ാം തീയതി മുതൽ ഇത് നടപ്പിലാകുമെന്ന്. എന്തായാലും അക്കാര്യത്തിൽ ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു. ഏത് ബസ്സിലാണ്, എങ്ങനെയാണ് ഒക്കെയാണ് ഇത് നടപ്പിലാക്കുക എന്നത്. എന്തായാലും അതിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് തൽക്കാലത്തേക്ക് ഇത് നടപ്പിലാക്കുക. ആദ്യ 100 ദിവസം ഇതിൻ്റെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. അതിനുശേഷം കൂടുതൽ ബസ്സുകളിലേക്ക് ഇത് നടപ്പിലാക്കാൻ കഴിയുമോ, അത്തരം സാധ്യതകൾ ആലോചിക്കും. കാരണം 100 ദിവസം കൊണ്ട് എത്ര യാത്രക്കാർ യാത്ര ചെയ്യുന്നു, അത് ഏതൊക്കെ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ യാത്രക്കാർ ഈ ബസ്സുകളെ ആശ്രയിച്ചിട്ടുള്ളത് തുടങ്ങിയതിൻ്റെ ഒക്കെ കൃത്യമായൊരു കണക്ക് തയ്യാറാക്കും. ഒപ്പം അതിനൊപ്പമാണ് ഇപ്പോൾ ഈ മലബാർ മേഖലയിൽ KSRTCയുടെ സർവീസ് വളരെ കുറവാണ്, പ്രത്യേകിച്ച് ഓർഡിനറി സർവീസുകൾ. അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അത് പരിശോധിക്കും. എന്തായാലും ഈ 100 ദിവസത്തിനുള്ളിൽ നമുക്ക് ധാരണയാവും മലബാറിലാണോ, ഒപ്പം ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ സഞ്ചരിക്കുന്നത്, ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ളത് ആരൊക്കെയാണെന്ന കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു ചിത്രം വ്യക്തമായതിനു ശേഷം കൂടുതൽ ബസ്സുകൾ അനുവദിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ, സാഹചര്യമുണ്ടെങ്കിൽ പരിശോധിക്കാമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. എന്തായാലും പ്രൈവറ്റ് ബസ്സുകൾ ഇപ്പോൾ വാടകയ്ക്കെടുക്കുക എന്ന സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് ഒരു ആലോചന പോയിട്ടില്ല. അത് പിന്നീട് ഭാവിയിൽ സാഹചര്യം അനുസരിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനം നേരത്തെ തന്നെ മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിരുന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തിരുന്നു. ജൂൺ 15 മുതൽ ബസ്സുകളിൽ യാത്ര അനുവദിക്കുമെന്നും അറിയിച്ചിരുന്നു. പക്ഷേ അത് ഏതൊക്കെ ബസ്സുകളിലാണ്, എന്തൊക്കെയാണ് അതിന്റെ തീരുമാനമായിരിക്കും. മന്ത്രിസഭയിൽ ആ തീരുമാനം വന്നിരിക്കുന്നു. പ്രിയദർശിനി പദ്ധതി ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രമാണ്. സുനിൽ ആയിസക്കാണ് വിവരങ്ങൾ നൽകിയത്.